പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാരക്കുമോ ആ 7 ദിവസം തീരാറായപ്പോൾ അസയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെയൊക്കെ ഇളക്കി അവനെ പിടിച്ചു. ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പീൻ, ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീച്ചുണ്ട് എന്ന് വിളിച്ചുപോയി. അവൻ മുമ്പ് എഫെസ്യനായ തോഫ്രോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു നിരൂപിച്ചു. നഗരമെല്ലാം ഇളകി. ജനമോടിക്കൂടി പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് ഇഴച്ചു കൊണ്ടുപോയി. ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരുശലേമൊക്കെയും കലക്കത്തിലായി എന്ന് പട്ടാളത്തിന്റെ സഹസ്രാധിപന് വർത്തമാനമെത്തി. അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നു. അവർ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. സഹസ്രാധിപനടുത്ത് വന്ന് അവനെ പിടിച്ച് 2 ചങ്ങല വെപ്പാൻ കൽപ്പിച്ചു. ആരെന്ത് ചെയ്യുമെന്ന് അവൻ ചോദിച്ചു. ഹബീബായി ബാരക്കുമോ
ശാപം പലതരമുപദേശങ്ങളോ പാലിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോ ധന്യം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ആഹായി ബാരിക്കുമോ. ശ്ലീഹയുടെ അവിടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവിനുള്ളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ദേഷ്യതമത്രേ. അവർ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്നും കർത്താവ് ജ്ഞാനികളെ വിചാരം വ്യർത്ഥമെന്നും അറിയുന്നില്ലയോ? ആകയാൽ ആരും മനുഷ്യരെ പ്രശംസിക്കരുത്. സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പൊലോസോ കേഫാഫോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവോ ദൈവത്തിനുള്ളവൻ. അവനായി ബാരയ്ക്കുമോ. മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിന്റെ കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപകനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ പറയുന്നു. യേശുദമ്പുരാൻ അരുൾ ചെയ്തു, ലോകം നിങ്ങളെ ദേഷിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ ദേഷിച്ചു കഴിഞ്ഞുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ലോകത്ത് നിന്ന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ല. അതുകൊണ്ടത്രേ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നത്. യജമാനനേക്കാൾ വലിയ ദാസനില്ലെന്ന് ഞാൻ പറഞ്ഞ വചനം നിങ്ങൾ ഓർമ്മിക്കുവീൻ. അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം ആചരിച്ചെങ്കിൽ നിങ്ങളുടേതും ആചരിക്കും. എന്നാൽ എന്നെ അയച്ചവനെ അവർ അറിയാത്തതിനാൽ എൻ്റെ നാമനിമിത്തം ഇതെല്ലാം അവർ നിങ്ങളോട് പ്രവർത്തിക്കും. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാനിവ നിങ്ങളോട് പറയുന്നു. അവർ നിങ്ങളെ സുനഗോഗിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഓരോരുത്തരും ദൈവത്തിന് വഴിപാടർപ്പിക്കുകയാകുന്നുവെന്ന് വിചാരിക്കുന്ന സമയം വരുന്നു. അവർ എന്നെയോ എൻ്റെ പിതാവിനെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ.
യജമാനൻ വരുമന്നേര ഉണർവുള്ളോരായുധം മുന്തിരിത്തോപ്പിൽ വഴിയായി കാണോരോ ധന്യരാം പകലെല്ലാം തൻ കൂടെ പണിയോർ അവനരകെ പരികർമ്മിച്ചിടും താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ ഋതുദിശ പാറകലിത മുടയുന്നോരോ മുടി ഹല്ലേലൂയ ചൂടും മകുടത്തിൽ സ്തംഗാലോസ് നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ഈ സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സമർപ്പിപ്പാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. കുരിശുമരത്തിന്മേൽ തന്നെ അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ ബലിയാൽ ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും മരിക്കുകയും തൻ്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും ഉയർക്കുകയും തൻ്റെ ഉയർപ്പാൽ ഞങ്ങളെ ഉയർപ്പിക്കുകയും സ്വർഗത്തിലേക്ക് കരയേറുകയും തന്നോടുകൂടെ ഞങ്ങളെ കരയേറ്റുകയും ചെയ്ത അംഗീകരിക്കപ്പെട്ട കുർബാനയാകും തനിക്ക് സ്തുതി. തനിക്കും തൻ്റെ പിതാവിനും തൻ്റെ പരിശുദ്ധ റൂഹായിക്കും ദൈവികമായി സ്തോത്രബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും സമയങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലുഹുന്യവുമോ സദ്ഹായ പറയുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുൻപാകിയും പുണ്യം നൽകുന്നതായ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകിയും ദിവ്യവും സ്വർഗീയവുമായി ഈ പരിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകിയും ഭയങ്കരമായി പരിശുദ്ധ കുർബാനയുടെ മുൻപാകിയും വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതെ മായ്ച്ചില്ലായ്മയെന്നവനുമായ ദൈവം തമ്പുരാനെ, നിന്റെ സ്നേഹാനുഗ്രഹത്താൽ വളരെയും വലിയുമായ എൻ്റെ അസംഖ്യ പാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ച് ഉത്തമനായുള്ളവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവം തമ്പുരാനെ, നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, അവയാൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാ വാങ്ങിപ്പോരുടെയും ദേഹികളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനെ, അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് അനുഗ്രഹങ്ങളും കരുണയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികൾമേൽ തളിക്കണമേ. മഹത്വത്തിൻ്റെ ഉടയവനായ ഞങ്ങളുടെ രാജാവും നാഥനുമായ മിശിഹാ തമ്പുരാനെ, ഞങ്ങൾക്ക് ഓർക്കും വിമോചനവും വിമോചനവനും നീ ആയിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ല ചെയ്ത് ഞങ്ങളുടെ സഹായത്തിനായിരുന്നള്ളി ഞങ്ങളെ തുണപ്പാൻ വരണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ.
ദൈവമേ, നിന്റെ കരുണയാൽ കഠിനതരങ്ങളായ എല്ലാ ശിക്ഷകളെയും നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപസൂചകങ്ങളായ വടികളെ ഞങ്ങൾ വിലക്ക് നീക്കിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടവും യോഗ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായിരിക്കുന്ന ക്രിസ്തീയ അവസാനം ഞങ്ങൾക്ക് സൗജന്യമായി നൽകി നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നിയോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാനേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ, ഈ ദൈവിക ബലി കഴിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ മധുബഹായെങ്കിൽ കൂടി നിന്നുള്ള സമൃദ്ധിയായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസിമാരെയും നീ വാഴ്ത്തണമേ. നിന്റെ പരിശുദ്ധ റുഹാട് നല്ലവരോർക്ക് അയച്ചു കൊടുക്കണമേ. നിന്റെ വിശുദ്ധ ശരീരവും പുണ്യപ്രദമായ രക്തവും കൈക്കൊള്ളുന്നതിന് യോഗ്യതയുള്ളവരായി തീരുവാനായിട്ട് അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യവും അവരെ അണിയിക്കണമേ. നിരപ്പും സമാധാനവും അവരുടെ ഇടയിൽ വാഴുമാറാക്കണമേ. കോപസൂചകങ്ങളായ ശിക്ഷകളിൽ നിന്നും വടികളിൽ നിന്നും അവരെ വീണ്ടുകൊള്ളണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ അവരെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലതു ഭാഗത്തുള്ള പ്രധാന നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോരെ അർഹരാക്കണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. കർത്താവിന്റെ ശുശ്രൂഷകൾക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. പാപിയും ദാസനുമായി ഞാൻ ഉത്തരമായി ചൊല്ലുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുമുള്ള റൂഹാ പരിശുദ്ധൻ. നമുക്കാദേശ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്ന് പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും പിതാവ് ജനിച്ചവനും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമതമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യനായ ഞങ്ങൾ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ കന്യമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി
പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടങ്ങൾ വെച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിൽ നിന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ അവസാനമായ യേശുമിശിഹായ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ശ്രേഷ്ഠരെ, ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കുർബാന കൈക്കൊള്ളുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീയന്മാരും മുഖാനും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധങ്ങളുടെ സ്നേഹവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കലും മാത്രമാകും നിങ്ങളെ പറഞ്ഞ് മരിച്ചുപോയവരുടെ ഉറപ്പിനും വരുവാനിരുന്ന ലോകത്തിലെ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. Archumor Stomen Kalos
നീക്കും നിന്റെ ജനത്തിനും നിന്റെ ഇടവയ്ക്ക് നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിച്ച് സമാധാന പാലകന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങൾ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ള സാമീപ്യത്തിനും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും വലിയ സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ.
അവിടുത്തെ ആത്മാവോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മുകളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മെസ്സിയാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, കാണപ്പെടാവതല്ലാത്ത സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും ശ്രോപ്പേന്മാരെ പോലെ തൃത്വമായ നിനക്ക് സ്തുതി പാടി കീർത്തിക്കുന്നു. തന്റെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് അവിടുന്ന് തയ്യാറായപ്പോൾ തൃക്കൈകളിൽ അപ്പമെടുത്തു. ആർക്കുമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ പരിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിയ അപ്പം വഴിയായി പാപപരിഹാരപ്രദമായ തന്റെ ശരീരം നിത്യജീവന് വേണ്ടി ഞങ്ങൾക്ക് നൽകി. ലഹായേ ദലോലം പ്രകാരം തന്നെ കാസായും എടുത്തു. ഭാഗ്യമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് പരിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിയ കാസ വഴിയായി പാപപരിഹാരപ്രദമായ തന്റെ രക്തം നിത്യജീവന് വേണ്ടി ഞങ്ങൾക്ക് നൽകി. ലഹായേ ദലോലം ഇതിന്റെ കൂടെ തന്നെ ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നവരെ എൻ്റെ മരണവും കബറടക്കവും ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ നൽകി. ദാമോദോസേനോ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവൃത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന
നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും മറക്കത്തക്കവയല്ല. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനുമേൽ പൊരുതി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായി നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരോടും സമാധാനവും ഞങ്ങളെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവിനോടുത്തരമരുളണമേ. കർത്താവിനോടുത്തരമരുളണമേ. കർത്താവിനോടുത്തരമരളി ദയതോ നീ എന്നിൽ കരുണയ്യണമേ. ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തീകരിക്കട്ടെ. കലത്തിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തവുമാക്കി പൂർത്തീകരിക്കട്ടെ. കുർബാനയെ സംബന്ധിക്കുന്നവരാ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിസ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിയർക്കീസന്മാരായ അബോന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും അബോന്മാർ ബെസേലിയോസിനു വേണ്ടിയും അബോന്മാർ ഗിയോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരനീ വന്നിയ പിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നീ മൂലം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും പൂഴിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ ഏകപുത്രന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലമുള്ള കരുണയും പാമോചനവും കണ്ടെത്തുവാൻ വേണ്ടി ഞങ്ങളും വാങ്ങിപ്പോരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്ന മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവർ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. പൊതുവായ ഉയർത്തെഴുന്നേൽപ്പിലെ പുതുക്കത്തോടുകൂടി നിന്റെ ആത്മീയരാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെയും അവരെയും
കൃപയോട് അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടെ സകലത്തിലും എന്ന പോലെ ഇതിനാലും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ വാത്സല്യമുള്ളവരെയും ഞങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമ്പോൾ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പാർക്കുമോ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അതിൻ്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസവും
ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും സമീപസ്ഥർ നല്ല കാവലും ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പും കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും അഗതികൾക്ക് സന്തുഷ്ടിയും വിധവമാർക്ക് മനോധൈര്യവും സഹായവും ദരിദ്രർക്ക് നല്ല പോഷണവും സംതൃപ്തിയും പാപികൾക്ക് പൂർണ്ണമോചനവും ആചാര്യത്വത്തിന് നല്ല ഉന്നതിയും ശുശ്രൂഷകർക്ക് വെണ്മ കൊടുക്കുകയും നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും യുദ്ധങ്ങൾക്ക് ഒതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. നിന്റെ കൃപയാൽ ഞങ്ങൾക്കിവ നൽകണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വാകളും അധരങ്ങൾ തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായിട്ട് വേഗത്തിലും എളുപ്പത്തിലും നീ വ്യത്യാസപ്പെടുത്തി പെരുമാറണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ഈ പരിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. നിന്റെ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകൾ നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമത്വമുള്ളതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും പ്രേലോടും നാം സൂക്ഷിക്കണം. ശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു.
കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനും വിശുദ്ധിയുള്ള ഏകറുഹായി നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. രാജമകൾ ഹാലേ ലുയ്യായു ഹാലേ ലുയ്യ നിൻ ബലമായി രാജഭാമിനിയും لبرو والروح قاديشو تبغيت فادنامي സ്മരണം ദൈവാ പ്രസവേത്രേ കന്യകമറിയാമി കുരിശിൻ മാതൃജഗത്തെ ദേവാൻപന പോലെ നടത്തിടുമേ ഹാലേലൂയ വളരും അവല്ലവനോൻ കാരകൾ പോൽ ലിംഗം ഓർ പത്രോസ് പൗലോസ് ലീഹന്മാരെ
ദിനമീതല്ലോ മോർത്തോമാസ്ലീഹ പതിവിൻ പാടിനിൻ കൂട്ടത്താലെ യായിക്കാം ഇമ്പമേ പാട്ടിൽ ശ്രദ്ധിച്ചിടുമീ ആടുകളെ മോശെ പോർത്ത് കൈവാഴ്ന്നേരം പാലയ്ക്കുമോ ഓല ബറോൽ റൂഹോ കാദിശോ നിന്റെ വരിച്ചൊരു താരെങ്ങും മാഗ്രിഗോറിയോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മൂടി ചൂടിയിടുന്ന റുഹാവാങ്ങേ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ എന്നും മുറിയോറാകെ മേലൈനുവാദാമേ പരിശുദ്ധന്മാരെ അടികളെയും തൻ കോപത്തിൻ വടികളെയും ക്ഷേമാവോ റൂഹോ കാദിശോ അദാലോ ശാരീരോ ത്രിയേകാദൈവത്തിൻ്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധനായ പരിമലത്തിന്മേനയുടെ 109-ാം ഓർമ്മ പെരുന്നാളിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. പരിശുദ്ധനും പുണ്യവാനുമായ പിതാവ് ഈ ലോകത്തുനിന്ന് വാങ്ങിപ്പോയിട്ട് 109 വർഷങ്ങൾ തികയുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഒക്ടോബർ മാസം 30-ാം തീയതി പൂദോശീത്തോ ഞായറാഴ്ചയാണ്. അതായത് സഭയുടെ മുഴുവനും ശുദ്ധീകരണത്തിൻ്റെ ഞായറാഴ്ച. സഭയുടെ ശുദ്ധീകരണമെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ശുദ്ധീകരണമാണ്. നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരിക്കുകയും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്യണം. എല്ലാ വർഷവും ഇപ്രകാരം ശുദ്ധീകരണ പെരുന്നാളും സമർപ്പണവും ഒക്കെ നമ്മൾ നടത്തുന്നത് എന്തിനാണ്? എല്ലാ വർഷവും എന്തിനാണ് ഈ ജനന പെരുന്നാൾ ആചരിക്കുന്നത്? എല്ലാ വർഷവും എന്തിനാണ് കഷ്ടാനുഭവവും വിയർപ്പ് പെരുന്നാളും ഒക്കെ ആചരിക്കുന്നതെന്ന് ചിലരെങ്കിലും നിങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്. കൃത്യമായും അതിന് ഉത്തരമുണ്ട്. മനുഷ്യൻ ഈ ജഡരക്തങ്ങളിൽ ഉള്ളതോടുകൂടി ആവനാകയാൽ അവൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും രുചിച്ചറിയുകയും മണത്തറിയുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ ഈ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ അത്യന്താപേക്ഷിതമാണ്. പിതാക്കന്മാർ ഈ ക്രമീകരണങ്ങളൊക്കെ ഓരോ വർഷവും ചെയ്തിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കുറവിലേക്ക് തിന്മയിലേക്കൊക്കെ വീഴുവാൻ വളരെ സാധ്യതയുള്ള സമൂഹമാണ് മനുഷ്യനെല്ലാവരും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലയളവിൽ അതിൻ്റെ സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് ഓരോ വർഷവും ഈ ശുദ്ധീകരണവും സമർപ്പണവും അതുപോലെ തന്നെ കർത്താവിൻ്റെ തിരുജനനത്തിലുള്ള ആ കൂടിവരവും ഏറ്റവും വലിയ പെരുന്നാളായ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളിലുള്ള ആ സംബന്ധവും എല്ലാം ആവശ്യമാണ്. നമ്മളിവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കാര്യങ്ങളൊക്കെ തൊട്ട് കണ്ട് കേട്ട്
മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഈ വർഷം അത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്ത വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. സഭയുടെ മുഴുവൻ ശുദ്ധീകരണത്തിൻ്റെ പെരുന്നാളിന് ശേഷം പിറ്റേ ദിവസവും ആ ദിവസങ്ങളിൽ പരിശുദ്ധനായ പരിമൽ തിരുമേനിയുടെ ഓർമ്മ കൂടെ വരും. അദ്ദേഹം ഈ സഭയാകുന്ന ശ്രീഭണ്ഡാരത്തിലേക്ക് ഒത്തിരി കാഴ്ചകൾ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിച്ച് നിക്ഷേപിച്ച, ഞാനിവിടെ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന അപ്പുറത്തെ ഭണ്ഡാരങ്ങളെ കുറിച്ചൊന്നുമല്ല. അതൊക്കെ ഈ ലോകത്തിലെ കാര്യം നടക്കാൻ അത്യന്താപേക്ഷിതമായിരിക്കാം, അല്ലെ ആവശ്യമായിരിക്കാം. എന്നാൽ അതിലൊക്കെ ഉപരിയായി അദ്ദേഹം അനേകം കൃപകളും അനുഗ്രഹങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് യാചിക്കുകയും മനുഷ്യ സമൂഹത്തിന് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. എന്നെ കേൾക്കുന്ന ഓരോ പിതാവും മാതാവും മക്കളും ദൈവസന്നിധിയിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും പിടിച്ചു പറ്റുവാനായിട്ട് ഇടയാകണം. വാക്ക് പറയുമ്പോൾ ശ്രദ്ധിച്ച് തന്നെയാണ് പറയുന്നത്. കർത്താവ് കൽപ്പിക്കുന്നുണ്ട്, ബലാത്കാരികൾ ദൈവം സ്വർഗരാജ്യം അവകാശമാക്കണം എന്ന് പറഞ്ഞാൽ പിടിച്ചു പറിക്കാരോ ബഹളം കൂട്ടുന്നവരോ ഗുണ്ടായുസം കാണിക്കുന്നവരുടെ കാര്യമൊന്നും അല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെയധികം അത്യന്തമായ ശ്രമം, അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അധ്വാനം, പ്രയത്നങ്ങളെക്കാളൊക്കെ വലുതാ പ്രിയപ്പെട്ടവരെ അധ്വാനം. അധ്വാനത്തിന് കുറെ കൂടി ആഴമുണ്ട്, പ്രയത്നം കുറെ കൂടി ഉപരിപ്ലവമാണ്. നമ്മളെല്ലാം ഒത്തിരി പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ആത്മീയമായ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് അത്യധ്വാനം ആവശ്യമാണ്. ഈ പുണ്യപിതാവ് 54 വർഷം മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും ആ കാലയളവിൽ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് തന്നെ നോക്കി ഒത്തിരി കാര്യങ്ങൾ ആർജിച്ചെടുത്തു. അതുകൊണ്ട് അദ്ദേഹം മനുഷ്യ സമൂഹത്തെ അങ്ങ് നോക്കിയില്ല എന്ന് ആർക്കും പറയുവാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യന് ചെന്നെത്താവുന്ന, പ്രത്യേകിച്ച് അന്നത്തെ കാലയളവിൽ ചെന്നെത്താവുന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധ ചെലുത്തി. വിദൂരമായ യെരുശലേമിലേക്ക് ഇന്നൊക്കെ നിസ്സാരമായ സമയം കൊണ്ടെത്താം. യെരുശലേമിലേക്ക് പോവുകയും അവിടെ കണ്ട കാഴ്ചകളൊക്കെ അതുപോലെ രേഖപ്പെടുത്തി വിശുദ്ധ വേദപുസ്തകവുമായി താരതമ്യപ്പെടുത്തി ആ പുണ്യപിതാവ് എഴുതി. ആ പുസ്തകം ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം വായിച്ചാലും പിന്നെയും വായിക്കുവാനായിട്ട് നമുക്ക് തോന്നും. അത്ര സാധാരണ മനുഷ്യനും മനസ്സിലാക്കാവുന്ന ശൈലിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഓരോ കാര്യവും എഴുതുമ്പോൾ വേദപുസ്തകവുമായി ബന്ധപ്പെടുത്താവുന്നതെല്ലാം ബന്ധപ്പെടുത്തി. മറ്റൊരു കാര്യം, ഇന്നത്തെ പല എഴുത്തുകാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, അവരെന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ആത്മീയ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കണ്ണിൽ കാണുന്ന എല്ലാ കാര്യവും എഴുതി വയ്ക്കാനൊക്കത്തില്ല. അദ്ദേഹം വളരെ മനോഹരമായ യാത്രയെക്കുറിച്ച് ദൃശ്യങ്ങളെയൊക്കെ പറഞ്ഞു. അവിടെ ഒന്നും ഒരു തിന്മയും കണ്ടു കാണത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിനെയൊക്കെ അരിച്ചു മാറ്റിയിട്ട് നന്മ മാത്രം മനുഷ്യർക്ക് വിളമ്പിക്കൊടുത്ത ഒരു പുണ്യപിതാവാണ് അദ്ദേഹം. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഈ സഭയുടെ വിപുലീകരണത്തിന് ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. നമ്മൾ ഓരോരുത്തരും എല്ലാ വർഷവും ഇവിടെ വെള്ളിയാഴ്ചകളിൽ ധാരാളം ആളുകൾ കൂടുന്നുണ്ട്. പെരുന്നാൾ ദിവസം വരുമ്പോൾ ഇവിടെയെല്ലാം വലിയ ജനസമൂഹം ഉണ്ടാകും. എന്നാൽ ഇതിലൊക്കെ ഉപരിയായി ഈ പുണ്യപിതാവും മറ്റുള്ള പുണ്യപിതാക്കന്മാരും എപ്രകാരം ദൈവസന്നിധിയിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും ആർജിച്ചെടുക്കുകയും അത് അവരവർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ചെയ്യുകയല്ല, അത് മറ്റുള്ള സമൂഹത്തിന് വേണ്ടി വിതരണം ചെയ്യുകയും ചെയ്തു. ആ ഒരു വലിയ സംഗതി ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ഭവനത്തിൽ 1 കുഞ്ഞോ 2 കുഞ്ഞോ ഉള്ളിടത്ത് ഷെയർ ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൊടുക്കാനുള്ള അവസ്ഥകളൊക്കെ ഇല്ലാതായിരിക്കുക. അങ്ങനെ ഉള്ളൊരു സമൂഹത്തിൽ നമ്മൾ ഈ പുണ്യപിതാക്കന്മാരും ഇവരെ പോലെ ഇവരിലും അധികമായി ദൈവവുമായി അടുത്ത് ജീവിച്ചവരുമായിട്ടുള്ളവരുടെ
ആ ജീവിതം മനസ്സിലാക്കി വളരണം. മറ്റൊരു കാര്യം കൂടെ, നമ്മളിപ്പോൾ വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിനുള്ള സ്ഥാനം അദ്വിതീയമാണ്. അതിനപ്പുറത്ത് വേറെ ആരുമില്ല. വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒക്കെ അതിന് വളരെ 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 താഴെയാണ്. പലപ്പോഴും നമ്മളുടെ പള്ളികളിൽ പെരുന്നാൾ വരുമ്പോൾ, മാതാവിൻ്റെ പെരുന്നാളാകുമ്പം നടുക്ക് ബാക്കിയുള്ളതെല്ലാം മാറ്റിവെച്ച് കർത്താവിനേക്കാൾ സ്ഥാനം കൊടുക്കുന്നു എന്ന് തോന്നുമാറ് ചില ആഘോഷങ്ങളൊക്കെ കാണാറുണ്ട്. പരിശുദ്ധനായ പരമനത്തിന്മയുടെ പെരുന്നാൾ ഇപ്പം തുടങ്ങിയ ഈ നവംബർ മാസം മുഴുവനും പള്ളികളിൽ ആചരിക്കുന്നു. അവിടെയും കാണുന്ന കാഴ്ച കർത്താവിനേക്കാൾ ഉപരിയായ ഒരു സ്ഥാനം ചിലപ്പോഴൊക്കെ ചിലരുടെ മനസ്സിൽ കടന്നുകൂടുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. കർത്താവിൽ നിന്നാണ് ഇവരെല്ലാം പ്രാപിച്ചത്. അവരെപ്പോഴും കർത്താവിൻ്റെ വാക്കുകൾക്ക് വിധേയമായി ജീവിച്ചു. നമ്മളും വിശുദ്ധന്മാരും ശുദ്ധിമതികളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രധാന കാര്യമുണ്ട്. അവർ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരായി ജനിച്ചു വളർന്നവരാണ്. ഒരപ്പൻ്റെയും അമ്മയുടെയും ആഗ്രഹത്തോടു കൂടി ജനിച്ചു. ജഡപ്രകാരം അവർ ജനിച്ചു, എങ്കിലും അവർ ആത്മീയരായി ഉയർന്നു വന്നു. അപ്പോൾ ഈ നമ്മുടെ ഓരോ ദിവസത്തിലെയും ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രാർത്ഥന, ദൈവവുമായിട്ടുള്ള ബന്ധപ്പെടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകണം. പ്രത്യേകിച്ച് സഭയാകമാനമായി ഈ ഞായറാഴ്ച ശുദ്ധീകരണ പെരുന്നാൾ അഥവാ കുതു ശീത്തോ ആചരിക്കുകയാണ്. അതിൽ നമ്മളെല്ലാവരും വിശുദ്ധി വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലഹീനായ നമ്മെയും നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. ഭക്തന്മാരിൽ ദൈവം ശരണത്താലെ നിൻ കൃപയിൽ ഉയരേകുന്നോൻ രാജ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. എന്റെ ശരീരം ഭക്ഷി പരമാതിനുയരെ കർത്താവേ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലണം. എൻ്റെ കർത്താവേ, നിന്നെ ഭക്ഷിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞാൻ യോഗ്യനായി തീരുമാറാകണമേ. ആമീൻ. രക്ഷകനുല
അട്ടഹസിച്ചു പറയണം. പിതാവും പുത്രനും പരിശുദ്ധനായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദി മുതൽ തലമുറ തലമുറയെ തനിക്ക് സ്തുതി. രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർപ്പിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നവനുമാ ദൈവപുത്ര, പുണ്യപ്പെടുത്തുന്ന അതിന്റെ ബലിപീഠത്തുന്ന നിന്റെ അടിയാർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. നിന്റെ വലതുകൈ നീട്ടി ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമാളുവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ ശരീരവും നിന്റെ രക്തവും കൈക്കൊള്ളുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും അവയെ കൊടുക്കുന്നവരിലും അവയെ കൈക്കൊള്ളുന്നവരിലും അവയിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരുടെ മേൽ സംബന്ധിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലും അവരിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തുതി ദൈവത്തിനുയരത്തിൽ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ വിലയേറിയ ശരീരം, ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ തിരുരക്തം ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭക്ഷണത്തിൽ പതിവായിട്ടുള്ള വാകളെ നിന്റെ ഏകപുത്രന്റെ ശരീരക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അർഹങ്ങളാക്കി തീർത്ത നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലം അവന്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും എന്നേക്കും യോഗ്യമാകുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ബാർഖുമോർ നൽകപ്പെട്ട ഈ പരിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താൻ മുമ്പാകെ നാം തലകുനിക്കണം. എന്റെ മുമ്പാകെ ഞങ്ങൾക്ക് നാശമില്ലാത്ത ഭക്ഷണമായി ഭവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമാകുന്ന മെശിയാതമ്പുരാനെ, നിന്റെ വരവിൽ കെട്ടുപോകാത്ത വ്യക്തിക്ക് ഭക്ഷണമായി ഞങ്ങളെ ആക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ.
സുന്ദരനാം ദേവാ കൃപ നിറയും നിൻ തിരുനയനത്താൽ സൂക്ഷിക്കണമേ. ചേർത്തിടണമേ ഞങ്ങളെ ദിവ്യശ്ലീപാത്തണലിൽ താവക കൃപയി പൂജഹ നിവഹി വംശിക്കണമേ. കർത്താവിന്റെ പുണ്യപ്പെടുത്തുന്ന ബലിപീഠത്തിന്റെ അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടെ വിശുദ്ധി മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ആ സമയത്ത് സമാധാനത്താൽ പോകുകയും ദൂരസ്ഥരോട് സമീപസ്ഥരും വാങ്ങിപ്പോരോട് ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്രവത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കുകയും നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ അനുകൂലമാക്കുകയും ചെയ്യും. ബലഹീനനും പാപിയും ദാസനുമായ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹം കൈക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്താൽ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുക.